എല്ലാവരും കൂടി ക്യാമറ, ആൾക്കാരെ, കൗൺസിലർ എന്തോ സംഭവിച്ചു പോയി എന്നൊരു ടെൻഷനിലായിരിക്കും. നമുക്ക് എന്തായാലും വീട്ടിലോട്ട് പോവാം. വിനോദിന്റെ വീട് അല്ലേ? വിനയന്റെ വീട്ടിലേക്കാ. അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാടൻപാട്ട് സ്റ്റേറ്റിൽ എ ഗ്രേഡ് നേടിയ പാട്ട് ഇവിടെ ഈ വീട്ടിലെ വല്യമ്മയാണ്. ഇവർക്ക് അത് ശരി, വല്യപ്പ കലാകാരിയാണ്. ഉടുക്കൊക്കെ കൊട്ടിയാണ് നമ്മളെ സ്വീകരിക്കുന്നത്. എംബീരം അത് വിളിച്ചു. നമസ്കാരം. നാടൻപാട്ട് കലാകാരിയാണ് അല്ലേ? അതാണ് കുഞ്ഞുമോളാണോ? കൊച്ചുമോളാണ്, മകളാണ്, മരുമകളാണ് അല്ലേ? ഓക്കെ. അമ്മയുടെ പേരെന്താ? കുഞ്ഞുമാളു അല്ലേ? കുഞ്ഞുമാളു അമ്മയ്ക്ക് ഇപ്പൊ എത്ര വയസ്സായി? 73 കഴിഞ്ഞു. 73 വയസ്സ്. നാടൻ പാട്ടൊക്കെ എവിടുന്നായി പഠിച്ചേ? നാടൻ പാട്ടൊക്കെ പൂർവികമായിട്ടുള്ള ഒരു പാട്ടല്ലേ. ആണോ? കുഞ്ഞുമോൻ അറിയോ നാടൻ പാട്ട്? അമ്മമ്മ പാടിത്തരുമോ? മോക്ക് പാടിത്തരാറുണ്ടോ നാടൻ പാട്ട്? പാടിത്തരാറുണ്ട് അല്ലേ? എനിക്കൊന്നു ഈ നാടൻ പാട്ട് അമ്മുമ്മ പാടി തന്ന പാട്ടുകളാണ് ഇപ്രാവശ്യം നമ്മൾ ഹയർ സെക്കൻഡറി, ഹൈസ്കൂള് ഞങ്ങൾ പരിശീലിപ്പിച്ച് സ്റ്റേറ്റ് ലെവലിൽ പോയത്. പ്രൈസ് കിട്ടി. അതായത് ഈ അമ്മുമ്മ പഠിപ്പിച്ച പാട്ടാണ് യുവജനോത്സവത്തിൽ സംസ്ഥാന തലത്തിൽ ഒന്നാം സമ്മാനങ്ങൾ അടിച്ചത് അല്ലേ? അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇതിപ്പോ കുട്ടിക്കാലത്ത് പാടുമായിരുന്നോ? എത്ര ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്? പഠിത്തം 4 അല്ലേ? പക്ഷെ വായിക്കാൻ അറിയോ? വായിക്കാൻ വായിക്കും, എഴുതൂല. എഴുതാൻ പ്രയാസമുണ്ട്, എന്നാലും എഴുതും. അപ്പൊ അക്ഷരം അറിയാം, കൂട്ടി ഇങ്ങനെ ബുദ്ധിമുട്ടി വായിക്കും അല്ലേ? അപ്പൊ ഈ പാട്ട് പക്ഷെ പൂർവീകരിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. പഴയ ആൾക്കാർ പാടുന്ന കേട്ട് പഠിച്ചതാ അല്ലെ? അപ്പൊ ഒരു പാട്ട് ഇപ്പൊ പാടി തരാമോ നമുക്ക്? ഞാൻ ഒന്നുകൂടി പേര് ചോദിച്ചോട്ടെ. ഞാൻ കുഞ്ഞുമാളു. അപ്പൊ കുഞ്ഞുമാളു അമ്മയുടെ പാട്ട് നമുക്കൊന്ന് കേൾക്കാം. കുഞ്ഞുമാളു അമ്മയുടെ പാട്ടാണ്. ഇവര് അടക്കം പ്രശാന്തും ജയറാമും അടക്കമുള്ള ആൾക്കാർ പരിശീലിപ്പിച്ച് സ്കൂളിൽ കൊണ്ടുപോയി യുവജനോത്സവത്തിന് സമ്മാനം വാങ്ങിച്ചു കൊടുത്തത്. ഒരമ്മയും കൂടി ഉണ്ട് അല്ലേ? വല്യമ്മ, ഒരു വല്യമ്മയും കൂടി വരുന്നുണ്ട്. ഈ വല്യമ്മയും തമ്മിൽ നല്ല കൂട്ടല്ലേ? ഏട്ടത്തിയാണ്. തൊട്ടപ്പുറത്തെ വീടാണ് ആണല്ലേ? അപ്പോ കൂടെ അതായത് ഇവർ രണ്ടുപേരും ഒരുമിച്ചായിരുന്നോ താമസം? അല്ല, 2 വീട്ടിലായിട്ടാണ് അല്ലേ? ഇവിടെ മോന്റെ വീടാണ്. തെരഞ്ഞെടുപ്പിൽ വോട്ടിനൊക്കെ പോകാറുണ്ടല്ലോ അല്ലേ? അപ്പം ഒരമ്മയും കൂടി വന്നിട്ടുണ്ട്. അമ്മയുടെ പേര് ജാനകി അമ്മയും കുഞ്ഞുമാളു അമ്മയും അല്ലേ? ഈ കുഞ്ഞുമാളു അമ്മയുടെ എപ്പോഴും വഴക്കുണ്ടാക്കിയിട്ടുണ്ടോ? കുട്ടിക്കാലത്ത് വഴക്കുണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല, വഴക്കൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമുക്കൊരു പാട്ട് പാടാം. നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ സമയം അവസാനിക്കുമ്പോൾ മനോഹരമായ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ വാർത്താ പ്രഭാത യാത്ര നമ്മൾ ഇവിടെ അവസാനിപ്പിക്കും. അപ്പൊ കുഞ്ഞുമാളു അമ്മയുടെ ഒരു പാട്ട്. അപ്പം റെഡിയല്ലേ? അപ്പൊ ശരി, ഏത് വേണമെന്ന് പറഞ്ഞേ? സ്റ്റേജിൽ പോയ പാട്ട് തന്നെ പഠിക്കൂ. എപ്പോഴേ മഴയിലെന്നരോ മഴ നിന്റെ ഇന്നലൊട്ടേ പാടിര നേരം വൈതിരിഞ്ഞങ്ങനെ നിന്റെ മണ്ടല്ലേ മഴേ പായല്ലേ മഴേ നേരോടോ മരുമളേ വലിയ കരയും കാണല്ലേ മഴേ നേരോടോ മരുമളേ പന്തമ്പിലാകെ മാറേ കൊള്ളേ. ശരിക്കും അതിൻ്റെ പാട്ട് ഞങ്ങൾ പഠിപ്പിച്ച് ചെറമയും വല്യവും കൂടി തന്ന പാട്ടാണ്. ആ പാട്ട് പഠിച്ചത്. എന്താ മളെ ലെന്തിന മളെ വൈ തിരിഞ്ചങ്കന നിന്റേ ഇന്നലൊട്ട് പാതിര നേര വൈ തിരിഞ്ചങ്കന നിന്റേ എന്താ മളെ എന്തിന മളെ വൈ തിരിഞ്ചങ്കന നിന്റേ ഇന്നലൊട്ട് പാതിര നേര വൈ തിരിഞ്ചങ്കന നിന്റേ മണ്ടണ്ട മാളെ പായണ്ട മാളെ പായൊട്ടു മരുമാളെ തീണ്ടലില്ല തൊട്ടകൂലുള്ളൂ നേരോട്ടു മരുമാളെ കന്തപ്പിലാകെ മറ കൊണ്ട് ഈ ഗ്രാമത്തിൽ വന്നാൽ ഇറങ്ങിപ്പോവാൻ നമുക്ക് തോന്നത്തില്ല. അങ്ങനെയുള്ളൊരു മനസ്സാ. അപ്പോൾ കുട്ടിമാളു അമ്മയുണ്ട്, ജാനകി അമ്മയുണ്ട്, ഇവിടുത്തെ കൗൺസിലർമാരുണ്ട്, സാധാരണക്കാരായ മനുഷ്യരുണ്ട്. നമ്മളെ ഇവരെ പരിചയപ്പെടുത്തി തന്ന ജാഫറുണ്ട്, ഒപ്പം നമ്മുടെ വിനേഷുണ്ട് അല്ലേ? അപ്പോൾ നമ്മുടെ ആർമിയുടെ ഭാഗമാണ്. താങ്ക് യു ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗ്രാമത്തെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ നമ്മൾ കണ്ട ഗ്രാമം മലപ്പുറം ജില്ലയിൽ മഞ്ചേരിയിലുള്ള കോവിലകംകുണ്ട് എന്ന ഗ്രാമമാണ്. അപ്പോൾ താങ്ക് യു കൗൺസിലർ. എവിടെ വിദ്യാ കൗൺസിലർ? എവിടെ കൗൺസിലർ? താങ്ക് യു. അപ്പോൾ നമ്മുടെ നോവലിസ്റ്റ് ഇവിടെ ഉണ്ടല്ലോ, ജാനൻ ചേട്ടൻ, നമ്മുടെ സുഹൃത്തുക്കൾ. അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഒരു ഗ്രാമം നമ്മുടെ കുടുംബമായി എന്നതാണ് ഈ വാർത്താ പ്രഭാതത്തിന്റെ പ്രത്യേകത. അപ്പോൾ നമ്മളിനി യാത്ര തുടരുന്നു. വീണ്ടും മറ്റൊരു ഗ്രാമത്തിൽ, മറ്റൊരു നാട്ടിൽ വെച്ച് നമുക്ക് കണ്ടു.